ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ന്യൂ മൂൺ റീഡിംഗ് ആണ് ചെയ്യുന്നത്. മെയ് 7-നാണ് ന്യൂ മൂൺ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഓപ്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത കാർഡ്സാണ് റീഡിങ്ങിൽ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഫുൾ മൂൺ ഇൻ അക്വേറിയസ്, ബി റിയൽ. സെക്കൻഡ് വന്നിട്ട് ന്യൂ മൂൺ ഇൻ ഏരീസ്, ഗോ ഫോർ ഇറ്റ്. തേർഡ് വന്നിട്ട് ന്യൂ മൂൺ ഇൻ പൈസീസ്, അറ്റ്യൂൺ ടു ദ ഡിവൈൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ചും കൂടെ മെഡിറ്റേറ്റീവ് മൈൻഡിൽ കുറച്ചും കൂടെ ബ്രീത്തിങ് എക്സസൈസും ഒക്കെ ചെയ്തിട്ട് കാമായിട്ടിരുന്നിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടൈം സ്റ്റാമ്പ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് കാണണമെങ്കിൽ അതും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ന്യൂ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിട്ട് ഫുൾ മൂൺ ഇൻ അക്വേറിയസ് ആണ് വന്നേക്കുന്നത്. ബി റിയൽ. കുംഭരാശിയാണിത്. ഈ ഒരു എനർജിയിൽ വന്നിട്ട് മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ന്യൂ മൂണിൽ വന്നിട്ട് കുറച്ചും കൂടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ലേണിംഗ് എബിലിറ്റി, എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ടാകാം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ജെമിനായി ആണ്. സ്പീക്ക് യുവർ വേൾഡ് ഇൻ ടു ബീയിങ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ്. ചിലപ്പോൾ പരസ്പരം എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ത്രോട്ട് ചക്രയിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. ആ ഒരു ന്യൂ സൈക്കിളിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളോട് തന്നെയുള്ള ആ ഒരു റിഫ്ലക്ഷൻ പ്രോസസ്സായിരിക്കാം. നിങ്ങളോട് എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിലെല്ലാം കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ എനർജി, കുറച്ചും കൂടെ സമാധാനത്തിൻ്റെ എനർജി, പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ പീസ്ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു എനർജി നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഷാഡോ സെൽഫായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ആ ഒരു ഷാഡോ എനർജീനെ ഫേസ് ടു ഫേസ് നേരിട്ട് എന്താണ് പറയാനുള്ളത് അത് കുറച്ചും കൂടെ ബോൾഡായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു ഫേസുമാകാം കുറച്ച് പേർക്ക്. ഇവിടെ ലാവൻഡറിൻ്റെ എനർജി, ലാവൻഡർ വന്നിട്ട് പീസിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു സമാധാനം അതെല്ലാം കൊണ്ടുവരാനായിട്ടാണ് കുറച്ച് പേര് ഇവിടെ ഈ ഒരു ന്യൂ മൂൺ എനർജി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇവിടെ ഫുൾ മൂണാണ് വന്നേക്കുന്നത്. അതുകൊണ്ടിട്ട് കുറച്ച് പേർക്ക് ഇത് മാനിഫെസ്റ്റേഷൻസുമായിരിക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിനെ കുറിച്ചിട്ട് നിങ്ങളത് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്ത് എനർജിയിലിരുന്നിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം കുറച്ചും കൂടെ ഫോക്കസിൽ വരുന്നുണ്ടാകാം. അതെല്ലാം ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബി റിയൽ വന്നിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത് അത് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു എനർജിയായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ കുറച്ച് ചിറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, പേപ്പറിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ സൈക്കിളിനെ കുറിച്ചിട്ട് ഓക്കെ എന്ത് കാര്യമാണ് കൂടുതലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. പൈൽ നമ്പർ 1. നിങ്ങൾക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് പെർസ്പെക്റ്റീവാണ്. അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ന്യൂ മൂൺ സൈക്കിളിൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്ത് ന്യൂ എനർജിയാണ് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യേണ്ടത്. താങ്ക് യു.
ഇവിടെ വന്നിട്ട് എ ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക്, ന്യൂ മൂൺ ഇൻ വർഗോ ആണ് വന്നേക്കുന്നത്. ബാക്കിൽ വന്നിട്ട് ഷോ ദ വേൾഡ് ദ റിയൽ യു. എഗെയിൻ ആ ഒരു റിയലിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഫുൾ മൂൺ ഇൻ അക്വേറിയസ്, എഗെയിൻ ആ ഒരു സെയിം എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളെ എങ്ങനെയാണോ കാണുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണോ നിങ്ങളെ കുറിച്ചിട്ട്, അത് കുറച്ചും കൂടെ ഒരു പുതിയ രീതിയിൽ, ഒരു ന്യൂ പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെർഗോയുടെ എനർജിയാണ് നിങ്ങൾക്ക് വന്നേക്കുന്നത്. കുറച്ച് പേർക്കിത് നിങ്ങളുടെ റിലേഷൻഷിപ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻറ്റിമസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്ലോസ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്സിൽ, വ്യക്തിബന്ധങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഓക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട്, ചേഞ്ച് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടെ നോക്കാം. ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് എനർജിയിലാണ് ടാപ്പിൻ ചെയ്യേണ്ടത്? ബേണിംഗ് ബൗൾ റിച്വൽ. ഇവിടെ വന്നിട്ട് ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഫുൾ മൂൺ ടൈമിൽ നമ്മൾ ചെയ്യുന്ന ലെറ്റ് ഗോയുടെ റിച്വലാണ്. നമ്മൾ പേപ്പറിൽ എന്താണോ ലെറ്റ് ഗോ ചെയ്യേണ്ടത് അത് എഴുതിയിട്ട് നമ്മളിത് കത്തിച്ച് കളയുന്ന ആ ഒരു റിച്വലാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, നോക്കാം എന്ത് കാര്യമാണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. പാൽ നമ്പർ 1 വന്നിട്ട് ഡെത്ത്. എഗെയിൻ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. ബാക്കിൽ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്കിത് ഫാമിലി, കുട്ടികൾ, റിലേഷൻഷിപ്സ്, എഗെയിൻ ആ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ക്ലോസ് ആയിട്ടുള്ള ആ ഒരു സർക്കിളിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളൊരു ഗിവിങ് പേഴ്സൺ ആയിരിക്കാം, കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം, തിരിച്ച് നിങ്ങൾക്ക് അതുപോലത്തെ എനർജീസ് ലഭിക്കുന്നില്ല. അപ്പോൾ എവിടെയാണ് ഞാൻ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ടത്, എവിടെയാണ് ഞാൻ സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, അതിലെല്ലാം കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ എന്തൊക്കെ ലെറ്റ് ഗോ ചെയ്യണം അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു കാർഡും കൂടെ ഇവിടെ വയ്ക്കാം. കുറച്ച് പേർക്ക് ഇവിടെ ക്രൗഡായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ആൾക്കാർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, അതിലെല്ലാം ഒത്തിരി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. അതിലും കുറച്ചും കൂടെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, നിങ്ങളിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്താണോ അതായിട്ട് നിങ്ങൾ കുറച്ചും കൂടെ അക്സെപ്റ്റൻസിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് വന്നിട്ട് സെൽഫ് കെയർ റുട്ടീനാണ്. ഓക്കെ, ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ കുറച്ചും കൂടെ സെൽഫ് കെയർ റുട്ടീനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സെൽഫ് കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യുക, നമ്മളുടെ നീഡ്സിന് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുക, നമ്മളുടെ ആവശ്യങ്ങൾക്ക് കുറച്ചും കൂടെ പരിഗണന കൊടുക്കുക. ഓക്കെ, അതെല്ലാമാണ് സെൽഫ് കെയർ റുട്ടീനിൽ വരുന്നത്. നമുക്ക് നോക്കാം എന്ത് സെൽഫ് കെയർ റുട്ടീനാണ് പാൽ നമ്പർ 1 ഈ ഒരു ടൈമിൽ ഫോളോ ചെയ്യേണ്ടത്. താങ്ക് യു. സോക്ക് ഇൻ എ ബാത്ത്. ഇവിടെ സ്പിരിച്വൽ ബാത്താണ് കാണിക്കുന്നത്. ഓക്കെ, കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ ബാത്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ചെയ്യാനായിട്ടും ശ്രമിക്കുക. സ്പിരിച്വൽ ബാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഹിമാലയൻ സോൾട്ട്, അതായത് പിങ്ക് സോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലേ, അത് ആഡ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് പേർക്ക് ഫ്ലവേഴ്സിൻ്റെ എനർജി ഇഷ്ടമാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ നിങ്ങളുടെ എനർജിയിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബാത്ത് ടബ് ഉണ്ടെങ്കിൽ
ഇതെല്ലാം ആഡ് ചെയ്തിട്ട് കുറച്ച് സമയം ആ ഒരു എനർജിയിൽ സോക്ക് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, അത് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റിൽ ഇതെല്ലാം എന്താ പറയുക ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ മേത്തോട്ട് ഒഴിക്കാവുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് അഗെയിൻ വാച്ച് എ മൂവിയാണ് വന്നേക്കുന്നത്. കുറച്ച് പേർക്ക് എ ലോങ് ടൈമിൻ്റെ ആവശ്യം ഉണ്ടാകുന്നുണ്ടാകാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ വരുന്നുണ്ടാകാം. ഓക്കെ, കാരണം ഒത്തിരി ബിസി ആയിട്ടിരിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് കോഫി, ടീ ഓവറായിട്ട് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടേതായ ഒരു സ്പേസ് കണ്ടെത്താനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം. താങ്ക് യു. ഇവിടെ ഇല്യൂഷനാണ് വന്നേക്കുന്നത്, മായ. ഈ ഒരു സെൽഫ് കെയർ റുട്ടീൻ നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം വന്നിട്ട് നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ഇല്യൂഷൻസ് ഉണ്ട്, മായയുണ്ട്. ഓക്കെ, സത്യമായിട്ട് കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് എഗെയിൻ വന്നിട്ട് ഈ ഒരു റിയലിൻ്റെ എനർജി. സത്യം, വാസ്തവം എന്താണോ അത് കുറച്ച് പേരുടെ മുന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ടാകാം. മായയുടെ രൂപത്തിലായിരിക്കാം, ഇല്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ്, നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് ക്ലൗഡഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം, ക്ലാരിറ്റി, വ്യക്തതയില്ലാതിരിക്കുന്നുണ്ടാകാം. ആ ഇല്യൂഷൻസ് എല്ലാം മാറാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ആ ഒരു ഫ്രഷ് എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പിരിച്വൽ ബാത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തി ശുചിത്വം, ഓക്കെ, അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ന്യൂ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണ്. പായൽ നമ്പർ 2. താങ്ക് യു. താങ്ക് യു. ന്യൂ മൂൺ ഇൻ ഏരീസ് ആണ് വന്നേക്കുന്നത്. ഗോ ഫോർ ഇറ്റ്. ഏരീസിൻ്റെ എനർജി വന്നിട്ട് നിങ്ങൾക്ക് ന്യൂ മൂൺ തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, ഏരീസിൻ്റെ എനർജി വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ ഒരു എന്തൂസിയാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. പുതിയ അവസരങ്ങൾ, പുതിയ ഗോൾസ് സെറ്റ് ചെയ്യുക. പുതിയ അവസരം വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കുക. അതിന് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് ആ ഒരു എനർജി നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടെ ഒരു പുതിയ രീതിയിൽ നോക്കിക്കാണാനായിട്ടും കുറച്ച് പേരെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. ഏരീസിൻ്റെ എനർജി വന്നിട്ട് കുറച്ച് പേർക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സൈക്കിൾ, അതിൻ്റെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിറഞ്ഞ സന്ദർഭങ്ങളിൽ കുറച്ചും കൂടെ അതിനെ നിങ്ങളുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ മാറ്റം കൊണ്ടുവരാനായിട്ട്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം കൊണ്ടുവരാനായിട്ടും കുറച്ച് പേരെ ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ഏരീസ്. അഗെയിൻ ആ ഒരു ഏരീസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. വർക്ക് ത്രൂ യുവർ ഫീലിങ്സ്. എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മാനസികമായിട്ട് ഇമോഷണലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റെബിലിറ്റിയുടെ കുറവുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് അത് കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും കുറച്ച് പേരെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് ചിറ്റ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ന്യൂ മൂണിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. പായൽ നമ്പർ 2, എന്ത് കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് പായൽ നമ്പർ 2 മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇവിടെ വന്നിട്ട് സ്പിരിച്വാലിറ്റി, പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട്, ഞാൻ പറഞ്ഞില്ലേ. ന്യൂ ഇൻറ്റൻഷൻസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ന്യൂ ഇൻറ്റൻഷൻസ്. എന്ത് ന്യൂ ഇൻറ്റൻഷൻസ് ആണ് ഈ ഒരു സമയത്ത് പായൽ നമ്പർ 2 സെറ്റ് ചെയ്യേണ്ടത്?
ന്യൂ ഇൻറ്റൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുതിയതായിട്ട് നിങ്ങൾ എന്തെല്ലാം സങ്കല്പങ്ങളാണ് മനസ്സിലോട്ട് കൊണ്ടുവരേണ്ടത്. ഓക്കെ, താങ്ക് യു. എന്ത് ന്യൂ ഇൻറ്റൻഷൻസ് ആണ് പയൽ നമ്പർ 2 സെറ്റ് ചെയ്യേണ്ടത്? എന്ത് ന്യൂ ഇൻറ്റൻഷൻസ് ആണ് പയൽ നമ്പർ 2 സെറ്റ് ചെയ്യേണ്ടത്? എ വിൻ ഔട്ട്കം ഇസ് ഫോർകാസ്റ്റ്. ഫുൾ മൂൺ ഇൻ ലിബ്ര. ഇവിടെ ബാലൻസിൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അഗെയിൻ ആ ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ, ആ ഒരു സ്റ്റെബിലിറ്റി, ആ ഒരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. കുറച്ച് പേർക്ക് ബാക്കിൽ വന്നിട്ട് കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ന്യൂ മൂൺ ഇൻ ലിയോ വന്നിട്ടുണ്ട്, ലിയോയുടെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ കോൺഫിഡൻസിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകാം. കോൺഫിഡൻസിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ സക്സസ്സിനെ കുറിച്ചിട്ട്, എൻ്റെ ലൈഫിൽ ഞാൻ എന്നെ സക്സസ്ഫുള്ളായിട്ട് കാണുന്നതാണ്. ആ ഒരു എനർജിയിലെല്ലാം കുറച്ചും കൂടെ ഒരു പുതിയ രീതിയിൽ നിങ്ങളെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വിൻ ഔട്ട്കം വന്നിട്ട്, കുറച്ച് പേർക്ക് ഇത് കോമ്പറ്റീഷൻ്റെ എനർജി ആയിരിക്കാം. ആര് വിൻ ചെയ്യുന്നു, ആര് തോൽക്കുന്നു, ആ ഒരു എനർജിയിൽ നിന്ന് കുറച്ചും കൂടെ പുറത്തോട്ട് വരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയുമാകാം. ബിസിനസ് പാർട്ട്ണർഷിപ്പായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, അവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് പുതിയ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 2 പേർക്കും നല്ലത് വരുന്ന രീതിയിൽ, എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിക്കും. ഓക്കെ, ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു രീതിയിൽ ന്യൂ ഇൻറ്റൻഷൻസ്, പുതിയ സങ്കല്പങ്ങൾ നിങ്ങൾ മനസ്സിൽ ഈ ഒരു സമയത്ത് സ്വീകരിക്കാനായിട്ട് റെഡിയാകുക. അത് നിങ്ങളെ, എനിക്ക് തോന്നുന്നു, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഉയരങ്ങളിലോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ബിൽഡ് ചെയ്യാനായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ ഔട്ട് ഓഫ് ബോക്സിൽ നിന്ന് തിങ്ക് ചെയ്യാനായിട്ട്, ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ വിശാലമായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളെ ഈ ഒരു എനർജി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പെർസ്പെക്റ്റീവ്. അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത്, ഏത് ഏരിയയിലാണ് നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. അസെൻഷൻ. ബാക്കിൽ ഗുഡ് ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. പീസിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. സമാധാനപരമായിട്ട് എങ്ങനെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ടാകാം, ഗുഡ് ന്യൂസ് കടന്നു വരുന്നുണ്ടാകാം, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. അതെങ്ങനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതിനെ കുറച്ചും കൂടെ പ്രസൻറ്റ് മൂമെൻ്റായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോഴെന്താണോ എൻ്റെ ലൈഫിൽ ആവശ്യമുള്ളത് അതിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു കാഴ്ചപ്പാടിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ പാസ്റ്റിലെ എനർജീസ് നിങ്ങളെ ട്രബിൾ ചെയ്യുന്നുണ്ടാകാം, പാസ്റ്റിലെ ഫെയിലിയേഴ്സ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകാം. അതെല്ലാം ലെറ്റ് ഗോ ചെയ്തിട്ട്, മൗണ്ടൻസ് വന്നിട്ട് കുറച്ച് പേർക്ക് ഇത് ബ്ലോക്കേജ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ടാകാം നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ആ ഒരു ബ്ലോക്കേജ് വന്നിട്ട്, പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നിട്ട് കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ നോക്കുന്ന സമയത്ത് അത് നമ്മളെ കുറച്ചും കൂടെ സ്ട്രോങ് ആകാനായിട്ട്, കുറച്ചും കൂടെ ബോൾഡ് ആകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ലൈഫിൽ പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെയും ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ, ആ ഒരു ബ്ലോക്കേജസ് എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട്, നിങ്ങളെ വളരാനായിട്ടുള്ള അവസരമായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതിനെ നിങ്ങളെ മെയിനായിട്ട് പ്രസൻറ്റ് മൂവ്മെൻ്റായിട്ട് കണക്ട് ചെയ്യുന്നത് ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, ഓൾറെഡി ഈശ്വരൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ഗിഫ്റ്റ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ടാലൻസ് ആയിക്കോട്ടെ, അത് കുറച്ചും കൂടെ എംബ്രേസ് ചെയ്യാനായിട്ട്, അത് കുറച്ചും കൂടെ എന്താ പറയുക, മനസ്സ് തുറന്ന് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതും നിങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള അവസരങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരുന്നതാണ്. ആ ഒരു പെർസ്പെക്റ്റീവിലും ആ ഒരു കാഴ്ചപ്പാടിലും നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ, അനാവശ്യമായിട്ടുള്ള
എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള കോമ്പറ്റീഷൻ, അതിൽ നിന്നെല്ലാം മൂവ് ഓൺ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുക. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്, നിങ്ങൾ ചെയ്യുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ലഭിക്കുന്നതാണ്. അത് പല രീതിയിലായിരിക്കാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ കാഴ്ചപ്പാടിലെല്ലാം കുറച്ചും കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ആത്മീയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എന്ത് ന്യൂ ബിഗിനിങ് ആണ് സ്പിരിച്വാലിറ്റി ആയിട്ട് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. കുറച്ച് വലിയ കാർഡ്സാണ്, ഷഫിൾ ചെയ്യാൻ ഇച്ചിരി പാടാണ്. താങ്ക് യു. എന്ത് ന്യൂ ബിഗിനിങ് ആണ് സ്പിരിച്വാലിറ്റി ആയിട്ട് കടന്നു വരുന്നത്? പൈൽ നമ്പർ 2യുടെ ലൈഫിൽ ഓറിയോൻ്റെ എനർജിയാണ്. നിങ്ങളുടെ അഫർമേഷൻ വന്നിട്ട് ഐ ഹോണർ ദ മാസ്റ്റേഴ്സ് ഓഫ് ഓറിയൻ ആൻഡ് വിസിറ്റ് ദം ഇൻ മൈ സ്ലീപ്പ്. ഇവിടെ ബാക്കിൽ വന്നിട്ട് മൈ ലൈഫ് ആൻഡ് മൈ ഹെൽത്ത് ആർ ഇൻ പെർഫെക്റ്റ് ഹാർമണിയാണ്. ഓക്കെ, ആ ഒരു ബാലൻസിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ എനർജി, ന്യൂ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയത്ത് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അലൈൻമെൻറ്റിൻ്റെ എനർജിയാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്നത്. എവിടെയെല്ലാം നിങ്ങളുടെ ലൈഫിൽ ബാലൻസിൻ്റെ കുറവുണ്ടോ, ഇമോഷണൽ സ്റ്റെബിലിറ്റിയുടെ കുറവുണ്ടോ, അതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹെൽത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനർജീസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ്. ന്യൂ എനർജീസ്, കുറച്ച് പേർക്ക് ന്യൂ സൈക്കിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂ ഇൻറ്റൻഷൻസ് സെറ്റ് ചെയ്യുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്പർ 18 ആണ് വന്നിരിക്കുന്നത്, 9 ആണ് വരുന്നത്. കുറച്ച് പേരുടെ എന്തെങ്കിലുമൊക്കെ ടഫായിട്ടുള്ളൊരു സൈക്കിൾ ഇവിടെ എൻഡിങ് ഫേസിലോട്ട് കടക്കുന്നുണ്ടാകാം. ഓക്കെ, അതിനും സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ വിസ്ഡം കൊണ്ട് നിറയ്ക്കാനായിട്ട്, കോസ്മിക് വിസ്ഡം, യൂണിവേഴ്സിൻ്റെ ആ ഒരു അറിവ്, ആ ഒരു നോളേജ് നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടും ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ക്യാൻഡിൽ ലൈറ്റായിട്ട് കണക്ട് ചെയ്യുന്നത്, മ്യൂസിക്കായിട്ട് കണക്ട് ചെയ്യുന്നത്, നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്നത്, ഓക്കെ, അതെല്ലാം നിങ്ങളെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വിസ്ഡം റിസീവ് ആകാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉള്ളിലോട്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എനർജീസായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരുടെ ഇവിടെ സോൾ സ്റ്റാർ ചക്ര ആക്ടിവേറ്റ് ആകുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ഫേസിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സോൾ സ്റ്റാർ ചക്ര വന്നിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ചക്രയാണ്. നമുക്ക് നമ്മുടെ നെക്കഡായിട്ടുള്ള ഐസ് കൊണ്ടിട്ട് കാണാൻ സാധിക്കത്തില്ല, ഒരു സ്പിരിച്വൽ എനർജിയാണ്. അപ്പോൾ ആ ഒരു പോർട്ടൽ, ആ ഒരു ചക്ര ഇവിടെ ആക്ടിവേറ്റ് ആകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് ത്രൂ, നിങ്ങളുടെ ഡ്രീംസ് ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഓറിയോണിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓറിയോനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ORION. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. കുറച്ച് പേര് മെഡിറ്റേഷനിലോട്ട് ഇനിഷ്യേറ്റ് ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു പീസ്ഫുൾ മൈൻഡിലിരിക്കാനൊക്കെ ആയിട്ട് നിങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ഒരു സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് സെൽഫ് കെയർ റുട്ടീനാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. പൈൽ നമ്പർ 2. ഓക്കെ, മസാജ്. ഇവിടെ ഓരോ പോയിൻറ്റ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ബോഡിയിൽ ഓരോ പോയിൻറ്റ്സും. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകാം, ബാക്ക് പെയിൻ ഉണ്ടാകാം. ഓക്കെ, അതെല്ലാം കുറച്ചും കൂടെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ തെറാപ്പി എടുക്കുന്നതും കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ എനർജീസ് പലതും ഇവിടെ ബ്ലോക്കായിട്ടിരിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ മസാജ് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്,
പല ഹോളിസ്റ്റിക് മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു തെറാപ്പി നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ച് പേരോട് നിങ്ങളുടെ ബോഡി കുറച്ചും കൂടെ ടേക്ക് കെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഈ ഒരു എനർജി വന്നിട്ട് എന്ത് ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് നോക്കാം. താങ്ക് യു. പായൽ നമ്പർ 2യുടെ ലൈഫിൽ എന്ത് ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു എനർജി കൊണ്ടുവരുന്നത്? ഓക്കെ, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, ലെറ്റ് ഗോയുടെ എനർജി. ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി, പാസ്റ്റിൽ നിങ്ങൾ ഒത്തിരി വിഷമത്തിൽ കൂടെ, ഒത്തിരി ഹാർട്ട് ബ്രേക്കിൽ കൂടെ പോയിട്ടുണ്ട്. റിലേഷൻഷിപ്സിലായിരിക്കാം, ഹോം, ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൊമസ്റ്റിക് ലൈഫിൽ. ഓക്കെ, നിങ്ങളുടെ വീടുമായിട്ട്, ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു എനർജി ഇവിടെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് പകരം ഇവിടെ നിങ്ങളിൽ നിന്ന് നഷ്ടമായ എനർജിയാണ് അതിന് പകരം പുതിയ എനർജി, പുതിയ ഇൻറ്റൻഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, വേറെ എന്ത് ന്യൂ സ്റ്റാർട്ടാണ് പായൽ നമ്പർ 2യുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്? 6 ഓഫ് വാൻഡ്സ്. 6 ഓഫ് വാൻഡ്സ് വന്നിട്ട് ഒരു സക്സസിൻ്റെ, വിക്ടറിയുടെ, റെക്കഗ്നിഷൻ്റെ, ആൾക്കാർ തിരിച്ചറിയുക, അല്ലെങ്കിൽ ബോൾഡായിട്ട് മുന്നോട്ട് വരിക. ഒരു ബാക്കിൽ വന്നിട്ട് 8 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയുമാണ്. ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു അലൈൻമെൻറ്റിലോട്ട് വരിക. ഇവിടെ ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. എനിക്കെന്താണ് വേണ്ടത്, എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു എനർജിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എഗെയിൻ ആ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജിയാണ്, കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള. നമ്മൾ പാസ്റ്റിൽ നമുക്ക് എടുത്തു ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളായിരിക്കാം കുറച്ച് പേർക്ക്, ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കാം, ന്യൂ പാഷൻ ആയിരിക്കാം. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ന്യൂ മൂൺ മെസ്സേജസ് എന്തൊക്കെയാണ്. പായൽ നമ്പർ 3. പായൽ നമ്പർ 3. ന്യൂ മൂൺ ഇൻ പൈസീസ്, അറ്റ്യൂൺ ടു ദ ഡിവൈൻ. നിങ്ങൾക്ക് ന്യൂ മൂണിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ബാക്കിൽ വന്നിട്ട് ഫുൾ മൂൺ ഇൻ പൈസീസ്, എഗെയിൻ ആ ഒരു പൈസീസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്, ഫൊർഗീവ്. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് ലവ്, റിലേഷൻഷിപ്പ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലായിരിക്കാം ഒരു ന്യൂ എനർജി കടന്നു വരുന്നത്. കുറച്ചും കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്സ് കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്യാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ഫൊർഗീവ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി, ആ ഒരു ന്യൂ ഫേസിലോട്ട് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിവൈൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ പൈസീസ് കുറച്ച് പേർക്ക് വന്നിട്ട് കുറച്ചുകൂടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് സെക്യൂരിറ്റി നൽകുന്ന, നിങ്ങൾക്കൊരു സംരക്ഷണം നൽകുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്ന, മൂല്യം കൂട്ടുന്ന കാര്യങ്ങളായിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ട്രിഗേഴ്സ് ഉണ്ടാകുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ടാകാം യൂണിവേഴ്സ് വന്നിട്ട്. കുറച്ച് പേർക്ക് അത് ഫിനാൻഷ്യലി ആയിരിക്കാം, ഫിനാൻസിൽ കുറച്ചും കൂടെ ബാലൻസ് കൊണ്ടുവരാനായിട്ടായിരിക്കാം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സെൽഫ് വർത്തിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, പാസ്റ്റിലെ ട്രോമാസ്, പാസ്റ്റിലെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്തിൽ എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, പ്രായോഗികമായിട്ട് കുറച്ചും കൂടെ ചിന്തിക്കാനൊക്കെ ആയിട്ട് യൂണിവേഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം, എൻകറേജ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതിന് മെയിനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ അബണ്ടൻ്റ് ആയിട്ട് കാണാനായിട്ട്
ശ്രമിക്കാനായിട്ടാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഫൊർഗീവ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങളെ ഫൊർഗീവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയ ആ ഒരു എനർജീസും വ്യക്തികളെയും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷമിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളുടെ മനസ്സിൽ സമാധാനം, ശാന്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്യുക. അവിടെ നിന്ന് പഠിച്ച പാഠങ്ങൾ മനസ്സിലാക്കുക, ലെസൺസ് ലേൺ ചെയ്യുക, വിസ്ഡം നേടുക. ഓക്കെ, അതിനുശേഷം മുന്നോട്ടുള്ള ജീവിതം, അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ബേർഡൻ, ഒത്തിരി വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു ലൈറ്റ് എനർജിയിലോട്ട്, ഓക്കെ, കുറച്ചും കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിവൈനായിട്ട് കണക്ട് ചെയ്യുക, ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരും സഹായിക്കാനില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് വിഷമിക്കാതിരിക്കുക. കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് നിങ്ങളിലോട്ട് തിരിയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഷാഡോ എന്താണ് ലെറ്റ് ഗോ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ആരാണ്, ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു എനർജിയിലോട്ട് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട്, ആ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളോട് റെഡിയാകാനായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. നെക്സ്റ്റ് ഇവിടെ ഞാൻ ചിറ്റ്സിൽ കുറച്ച് മെസ്സേജസ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഫയൽ നമ്പർ 3 എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ നിങ്ങൾ അറിയേണ്ടത്. താങ്ക് യു. ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഈ ഒരു സമയത്ത്. കൂടുതലായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ കരിയറാണ്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ. പാർട്ട്ണർഷിപ്പിലായിരിക്കാം കുറച്ച് പേർക്ക്, ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അത് ഹീൽ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടും എനർജീസ് ഇവിടെ അവൈലബിൾ ആണ്. കുറച്ച് പേർക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമുക്ക് നോക്കാം എവിടെയാണ്, എന്ത് ഫ്രഷ് സ്റ്റാർട്ടാണ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നത്. ഫയൽ നമ്പർ 3യുടെ ലൈഫിൽ എന്ത് ഫ്രഷ് സ്റ്റാർട്ടാണ് കടന്നു വരുന്നത്. ഡോണ്ട് ലെറ്റ് പ്രൈഡ് ഗെറ്റ് ഇൻ യുവർ വേ. ഫുൾ മൂൺ ഇൻ ലിയോയുടെ എനർജിയാണ് വന്നേക്കുന്നത്. പ്രൈഡ് എന്ന് പറയുന്നത് ഈഗോ ആണ്. എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ്, ഈഗോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈഗോ കണ്ടിട്ട് തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ല, അവിടെ ഒരു കോംപ്രമൈസിലെത്താൻ സാധിക്കുന്നില്ല. ഓക്കെ, ആ ഒരു എനർജിയിലെല്ലാം ഒരു ഹീലിംഗ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലിയോയുടെ എനർജി വന്നിട്ട് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആകാനായിട്ട്, കുറച്ചും കൂടെ ഔട്ട് ഓഫ് ബോക്സിൽ നിന്നിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ ഒരു ഫ്രഷ് എനർജി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സെയിം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ മാറി ചിന്തിക്കാനായിട്ട്, ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് മാറിയിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ട്, അവസരങ്ങൾ വരുമ്പോൾ കറക്റ്റായിട്ട് ആ അവസരങ്ങൾ സ്വീകരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ലേൺ ചെയ്യുക. ബാക്കിൽ വന്നിട്ട് ഹോൾഡ് യുവർ വിഷൻ, ഫിക്സഡ് മൂൺ. എന്തെങ്കിലുമൊക്കെ ഫിക്സഡ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഒരു കടുംപിടുത്തം പിടിച്ചിരിക്കുക, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ വിഷനിൽ, നിങ്ങളുടെ തേർഡ് ഐ ചക്രയിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കൊണ്ടുവരിക, വ്യക്തത കൊണ്ടുവരിക. എന്തെങ്കിലുമൊക്കെ ഇല്യൂഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മായയിൽ നിന്ന് നിങ്ങളെ മാറി ചിന്തിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. താങ്ക് യു. എന്ത് ഫ്രഷ് സ്റ്റാർട്ടാണ് പയൽ നമ്പർ 3യുടെ ലൈഫിൽ വരുന്നത്. 3 കാർഡാണ്. 2 ഓഫ് വാൻഡ്സ് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാകാം. 10 ഓഫ് കപ്സ്, ബ്യൂട്ടിഫുൾ. കുറച്ച് പേർക്കിത് ഫാമിലിയാണ്, കുറച്ച് പേർക്കിത് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, കുറച്ച് പേർക്കിത് റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്, പാർട്ട്ണർഷിപ്പ്, നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ഏസ് ഓഫ് സോഡ്സ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജി, തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു എനർജി, ഈഗോയിൽ നിന്ന് മാറിയിട്ട് പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജിയിലോട്ട് നിങ്ങൾ വരുന്നതാണ്. എനിക്ക് മെസ്സേജ് വന്നു. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് റിസീവ് ആകുന്നുണ്ടാകാം, ന്യൂ ഇൻഫർമേഷൻ നിങ്ങൾക്ക് റിസീവ് ആകുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒരു ബ്രേക്ക് ത്രൂ ആണ്. സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ്. കണ്ടോ, ഫൂളിൻ്റെ എനർജി. ഇവിടെ ഫ്രഷ് സ്റ്റാർട്ട്, എഗെയിൻ ആ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളെല്ലാ കാര്യങ്ങളും ഇമോഷണലായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ടും, എഗെയിൻ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ എനർജി ഉണ്ട്. കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ്, അവിടെ എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ്ങും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ 2 ഓഫ് വോൺസ് ആണ്. ഏസ് ഓഫ് വോൺസിൻ്റെ എനർജി, ന്യൂ പാഷൻ, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് നോക്കാം. താങ്ക് യു. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ന്യൂ ബിഗിനിങ് ആണ് പായൽ നമ്പർ 3യുടെ ലൈഫിൽ വരുന്നത്? ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ജെമിനി, സ്പീക്ക് യുവർ വേൾഡ് ഇൻ ടു ബീയിങ്. ഇവിടെ എഗെയിൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ത്രോട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ലാവൻഡറിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്താനൊക്കെ ആയിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് റിലീസ് യുവർ ബ്ലോക്സ്. എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഈഗോ ഇഷ്യൂസ് കൊണ്ടിട്ട് പരസ്പരം സംസാരിക്കാതെ മാറിയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ചും കൂടെ ആ ഒരു ഈഗോ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ സംസാരിക്കുക. ഓക്കെ, കുറച്ച് പേർക്കിത് നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കാം. പുതിയ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം, മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വാക്ക് തർക്കങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിങ്ങും ആകാം. ഒന്നും കൂടെ നോക്കാം. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് ന്യൂ ബിഗിനിങ് ആണ് സംഭവിക്കുന്നത് പായൽ നമ്പർ 3യുടെ ലൈഫിൽ? കിങ് ഓഫ് സോഡ്സ്, കോൺഫിഡൻസിൻ്റെ എനർജി. അത് എഗെയിൻ കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പവർ, നിങ്ങളുടെ സ്ട്രെങ്ത്ത്, എഗെയിൻ ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള എനർജി. ഈ ഒരു കിങ്ങിനറിയാം എവിടെ എന്ത് കാര്യം പറയണം, എങ്ങനെ കറക്റ്റായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എൻ്റെ ലൈഫിൽ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു മേഖലകളിൽ കുറച്ച് പേർക്ക് ഒരു ന്യൂ സ്റ്റാർട്ട്, ഫ്രഷ് സ്റ്റാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്. 7 ഓഫ് കപ്സിൽ വന്നിട്ട് ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ചോയ്സസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. കുറച്ച് പേർക്ക് ഒരു ലീഡർഷിപ്പ് റോളിലോട്ട് ഉയരാനായിട്ടും നിങ്ങളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഹയർ ലെവലിലോട്ടുള്ള ഒരു പ്രൊമോഷനും ആകാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു സമയത്ത് എന്ത് സെൽഫ് കെയർ റുട്ടീനാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് മേക്ക് എ വിഷൻ ബോർഡ്. നിങ്ങൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഇവിടെ നമുക്ക് പിക്ചേഴ്സ്, വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്, ഓക്കെ, ആ ഒരു വിഷൻ ഫിസിക്കലി നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസും, ഐ ആം വർത്തി, ഐ ആം ഗ്രേറ്റ്ഫുൾ, അങ്ങനത്തെ പോസിറ്റീവ് അഫർമേഷൻസും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഐ ലവ് മൈസെൽഫ്, ഐ ആം ഹെൽത്തി, ഐ ആം ഹാപ്പി, അങ്ങനത്തെയൊക്കെ അഫർമേഷൻസ് ഇല്ലേ, അങ്ങനത്തെ അഫർമേഷൻസും നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വിഷൻ, നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത്, അതിൽ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ നമ്മൾ ഫിസിക്കലി ഇങ്ങനെ എഴുതി നമ്മളുടെ മുന്നിൽ എന്നും കാണുന്ന രീതിയിൽ വയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 3 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.